1930 ഏപ്രിൽ 5 സബർമതി ആശ്രമത്തിൽ നിന്നും 388 കിലോമീറ്റർ അകലെ ദണ്ഡിക്കടപ്പുറത്ത് ഉപ്പ് വാരിക്കൊണ്ട് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ബ്രിട്ടീഷുകാർ ഉപ്പിന് ഏർപ്പെടുത്തിയ നികുതിക്കെതിരെ നടന്ന ഐതിഹാസിക സിവിൽ നിയമലംഘനമായിരുന്നു ഇത്. 9 അനുയായികളുമായി സബർമതിയിൽ നിന്നും പുറപ്പെട്ട ഗാന്ധിജി ദണ്ഡിയിലെത്തുമ്പോൾ പിന്നാലെ എത്തിയത് 10 ലക്ഷം പേരാണ്. ഇത് ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി. പുരാണത്തിൻ്റെ സ്പർശവും ചരിത്രത്തിൻ്റെ ഗന്ധവും വർത്തമാനത്തിൻ്റെ വിഹുലതകളും സ്ഫുടം ചെയ്യുന്ന കന്യാകുമാരി. മലനാടും ഇടനാടും തീരപ്രദേശവും ഒത്തുചേരുന്ന ത്രിസാഗരങ്ങളുടെ സംഗമഭൂമി. ഇവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും കൺകുളിർക്കെ കാണുവാൻ അന്യദേശത്തു നിന്ന് പോലും ആയിരങ്ങൾ ദിനവുമെത്തുന്നു. കേരളത്തെ അന്നമൂട്ടുന്ന ദേശം കൂടിയാണ് കന്യാകുമാരി ജില്ല. പൂവും പഴവും പച്ചക്കറിയും നെല്ലും കരിമ്പനയും ഇടതിങ്ങിയ നിറസമൃദ്ധി. ഈ ഹരിതഭംഗിയെ കീറിമുറിച്ചുകൊണ്ട് റെയിൽപാത നീണ്ടുപോകുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഉപ്പളം കന്യാകുമാരിക്കടുത്തുള്ള സ്വാമിത്തോപ്പിലെ വടക്കേ താമരക്കുളത്ത് 1909 സ്ഥാപിതമായി എന്നാണ് പഴമക്കാർ പറയുന്നത്. കൃഷ്ണയ്യർ എന്ന ആളാണ് ഈ സംരംഭം തുടങ്ങിവെച്ചത്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇവിടം അന്നത്തെ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ കൃഷ്ണയ്യർക്ക് ഉപ്പു ചക്രവർത്തി എന്ന സ്ഥാനം നൽകി ആദരിച്ചതായും പറയുന്നു. നൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് ഇപ്പോഴും ഇവിടുത്തെ ഉപ്പളം നടത്തിക്കൊണ്ടുപോകുന്നത്. 4 മുതൽ 400 വരെ പരപ്പളവുള്ള 900 ഏക്കർ സ്ഥലത്ത് നിലവിൽ 4 ഉപ്പുപാടങ്ങളാണുള്ളത്. ഇതിൽ 695 ഏക്കറിൽ മാത്രമാണ് ഉപ്പ് വിളയിക്കുന്നത്. സർക്കാർ അധീനതയിലുള്ള ഈ ഭൂമി പാട്ടവ്യവസ്ഥയിലാണുള്ളത്. ഇവിടെ പ്രതിവർഷം 15,000 ടൺ ഉപ്പ് നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തമിഴ്നാട്, ഗുജറാത്ത്, രാജസ്ഥാൻ, മുംബൈ, ആന്ധ്ര, ഒറീസ, ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഉപ്പുപാടങ്ങൾ ഉള്ളത്. തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയാണ് പ്രസിദ്ധം. പുറമെ നാഗപട്ടണം, വേദാരണ്യം, ദിണ്ടിവനം എന്നിവിടങ്ങളിലും ഉപ്പളങ്ങളുണ്ട്. കന്യാകുമാരിക്ക് സമീപം സ്വാമിത്തോപ്പ്, പുത്തളം, താമരക്കുളം എന്നിവിടങ്ങളിലാണ് നിലവിൽ ഉപ്പുപാടങ്ങൾ ഉള്ളത്. സമുദ്രജലം 1 കിലോമീറ്റർ അകലെയുള്ള ഉപ്പുപാടങ്ങളിൽ കെട്ടിനിർത്തി ബാഷ്പീകരിച്ചാണ് കറിയുപ്പ് പരലുകൾ വേർതിരിച്ചെടുക്കുന്നത്. അറബിക്കടലിലെ വെള്ളം കൊണ്ട് കന്യാകുമാരിയിൽ ഉപ്പ് നിർമ്മിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഇതര ഭാഗങ്ങളിൽ ബംഗാൾ ഉൾക്കടലിലെ വെള്ളം ഉപയോഗിച്ചാണ് ഉപ്പ് നിർമ്മിക്കുന്നത്. തടസ്സമില്ലാത്ത നല്ല വെയിൽ ലഭിച്ചാലേ ഗുണമേന്മയുള്ള ഉപ്പ് ലഭിക്കൂ. ഒരു നിഴൽ പോലുമില്ലാതെ പകൽ മുഴുവൻ ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ടുള്ള പണി പ്രയാസമേറിയതിനാൽ പുലർച്ചെ 4 മണി മുതൽ 10 വരെയും വൈകുന്നേരങ്ങളിലുമാണ് പണികൾ നടത്തുന്നത്. സ്ഥലം 8 സെന്റ് വീതമുള്ള തട്ടുകളായി വയലേലകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വിഭജിക്കുന്നു. ഉപ്പുപാടങ്ങളുടെ മൊത്ത വിസ്തൃതിയുടെ 10-1 ഭാഗത്ത് മാത്രമേ ഒരു സമയം ഉൽപ്പാദനം നടക്കൂ. ഇവിടം വിളയിച്ചെടുത്ത ശേഷം മറുകണ്ടങ്ങളിലേക്ക് മാറും. ഇങ്ങനെ റൊട്ടേഷനിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ട്രാക്ടർ, ചെറു ലോറികൾ ഇവയ്ക്ക് പോകാനായി പാടത്തിന് കുറുകെ ചെറു റോഡുകളുമുണ്ട്. ഉപ്പിൽ കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്, അലേയ വസ്തുക്കൾ, ഈർപ്പം എന്നിവയുണ്ട്. രുചിക്ക് ഉപയോഗിക്കുന്നതിന് പുറമെ
സോഡിയം കാർബണേറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബ്ലീച്ചിംഗ് പൗഡർ തുടങ്ങിയ രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ഉപ്പ് ഉപയോഗിക്കുന്നു. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് എന്ന ഉപ്പളത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടുത്തെ ഒട്ടനവധി ഉപ്പുപാടങ്ങളുള്ളതിൽ താരതമ്യേന വലിപ്പം കൂടിയ ഒരു ഉപ്പളമാണിത്. കഴിഞ്ഞ 40 വർഷമായി ഈ ഉപ്പുപാടത്ത് ജോലി ചെയ്യുന്ന ശ്രീ പാലയനോട് ഉപ്പ് നിർമ്മാണ രീതിയെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എപ്പിടിയാക്കും ഇത് நம்ம உப்பு தயாராக்குது? இது போரில் ஒரு 3 டிகிரி தண்ணி இருக்குது, 3-4 டிகிரி இருக்குது எங்களுக்கு. இதை வந்து நாங்கள் ஒரு 12 தட்டுக்கு மாற்றி தட்டி மாறி கொண்டுருவோம். தட்டுன்னு சொன்னால் ஒரு தட்டில் எவ்வளோ சிரமம்? 3-4 டிகிரி பாயிங்களா 5 டிகிரி ஆகும் தட்டில், 2வது தட்டில் 6 ஆகும். எப்படி வச்சுல கிட்டத்தட்ட எங்களுக்கு 10 டிகிரி 12 டிகிரி ஆயிரம் எங்களுக்கு. അപ്പോൾ ഓരോ തട്ടും മാറ്റി വരുമ്പോൾ ഡിഗ്രി ഏറിയിട്ട് 3-ൽ എவ்வளோ ആകുമ്പോൾ ഉപ്പാകും? அது உப்பாக வந்து 25 டிகிரி ஆகும். 25 டிகிரி. ஆமாம். அப்போ எத்தனை தட்டு மாறி போகும் அப்படி? இதில் 12, இங்கே ஒரு எங்களுக்கு ஒரு 6 தட்டு இருக்குது. பின்ன ஒரு 18 தட்டுக்கு பின்ன ஒரு 6 தட்டு 2ஆக மாற்றுவோம் நாங்கள். சரி. இங்கே ஒரு குண்டுகை கொண்டு இறக்கி விட்ருவோம். ஆமாம். இந்த குண்டுகை இருந்து மோட்ரு அடித்து 2ஆவது வந்து இந்த 6 தட்டுக்கு பாயும், பின்ன ஒரு 6 தட்டுக்கு பாயும். பாய்ஞ்சு அங்கேருந்து மாறி பின்ன வரும். இதுதான் தொட்டாம்பாத்தி சொல்லுவாங்க நினைக்கல. இந்த தொட்டாம்பாத்தி பாய்ஞ்ச பிறகு 25 டிகிரி ஆயிரம் இல்லை இதில் அடிச்சில். இது பழையபடி நாங்கள் அந்த மோட்டர் கொடுப்போம். அந்த மோட்டர் அடித்து எங்களுக்கு ரிட்டர்ன் பண்ணி அங்கே பண்ணிடுறோம். அதுதான் நாங்கள் பாத்திக்கு வைக்க முடியும். நான் கேட்குறது விளக்கம் சொல்லுங்கள். நம்ம இப்போ 3 டிகிரியில் தண்ணி இங்கே அடித்து வந்தாச்சு. அப்படி எத்தனை தட்டு மாறி வந்து நமக்கு உப்பு பரலாகும்? வித்தியாசம் எங்களுக்கு 18 தட்டு மாறும். 18 தட்டு. அதான் கேட்டது. 18 தட்டு வரும்போது நமக்கு இந்த பரலாயும் வரும். அதுக்கு பிறகு என்னெல்லாம் இருக்குது? அதுக்கு பிறகு நாங்கள் 25 டிகிரி ஆனால் உடனே பாத்திக்கு வச்சுருவோம். சரி. அதுலேருந்தே உப்பு விழுந்துக்கிட்டு இருக்கோம். உப்பு வந்துட்டு அதில் உப்பு விழுந்துன்னா அங்கே ஒரு தளம் வச்சுருப்போம் நாங்கள். அந்த உப்பு எப்படி வருது? எப்படி அது நிதம் ஒரு நாளைக்கு ஒரு கோடு போடணும். கோடு போட பருத்துக்கிட்டே இருக்கும். பெருசாக வர 10 நாள் 15 நாளில் அள்ளிடும். ஓடணும்னு சொன்னால் அது இந்த வரம்பு மாதிரி வைக்குமா? ஆமாம். அப்படி வரம்பே இல்லை. அது கோடு போடச்சிலேயே அது நெல் காய போடுங்களா, வெட்டையில் நெல் காய போடுங்க, போட்டுகிட்டே இருக்கு. அப்படி போட்டுக்கிட்டே இருக்கு. சரி. ஒரு நாள் கோடு போடலன்னு வைங்க, அது உறையும். அதான் நிதமும் கோடு போடணும். 15 நாளும் கோடு போடணும் எங்களுக்கு. 15 நாள் அழுவோம். சீசன் சொன்னாலும் 10 நாள் அள்ள சொன்னால் எங்களுக்கு முதலாளி சொன்னால் அள்ளிடுவோம். சரி. அப்போ ஒரு தடவை நம்ம இந்த தண்ணி ஊற்றி இந்த தட்டில் வந்துட்டு எத்தனை நாளாகுമ്പോൾ நமக்கு வர முடியும்? எத்தனை ദിവസം ஆகும் உப்பு ஆகுதுக்கு? அது 10 நாள் ஆகும், 15 நாள் ஆகும். இன்னும் அது 20 டிகிரி പോയാലേ അത് ഉപ്പ് தான். ഓരോ തട്ടും വെള്ളം വാർന്നു പോകാതെ നിലം നന്നായി അടിച്ചുറപ്പിക്കുന്നു. ഉറയ്ക്കാൻ പ്രയാസമായാൽ അല്പം ഉപ്പ് വിതറി വീണ്ടും മണ്ണിലടിച്ചമർത്തി നിലമൊരുക്കും. കടലിൽ നിന്നും 1-2 കിലോമീറ്റർ അകലെയാണ് ഉപ്പളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പണ്ടൊക്കെ കടലിൽ നിന്നും ചാലുകൾ വഴിയാണ് ഉപ്പുവെള്ളം ഉപ്പുപാടങ്ങളിൽ എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പാടത്തിൻ്റെ പല ഭാഗത്തും കുഴൽ കിണർ നിർമ്മിച്ച് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് ഉപ്പുവെള്ളം നിറയ്ക്കുന്നത്. കടൽ വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത 3 ഡിഗ്രി ഭൂമിയാണ്. ഇത് ബോമിസ് ഹൈഡ്രോമീറ്റർ കൊണ്ട് രേഖപ്പെടുത്തിയ ശേഷം പാത്തികളിലേക്ക് ഒഴുക്കുന്നു. കടൽ ജലം ആദ്യം ഒഴുകുന്ന തട്ടുകളെ ആൺപാത്തിയെന്നും വെള്ളം വറ്റി സാന്ദ്രത കൂടി വരുന്ന പാത്തികളെ പെൺപാത്തിയെന്നും വിളിക്കുന്നു. ഓരോ തട്ടിലെയും ഉപ്പുവെള്ളം വെയിലും കാറ്റും ഏറ്റ് വറ്റുന്നതനുസരിച്ച് തട്ടുകളിൽ മാറ്റിക്കൊണ്ടേയിരിക്കും. വെള്ളം ഉറഞ്ഞ് സാന്ദ്രത 25 മുതൽ 30 വരെ ആകുമ്പോൾ ഉപ്പുപരൽ പരുവമാകും. ആ സമയം ഉപ്പ് പാളികളായി ഉറയാതിരിക്കാൻ റേക്ക് കൊണ്ട് ഇളക്കിക്കൊടുക്കും. കാലാവസ്ഥ അനുകൂലമായാൽ 8-ാം നാൾ ഉപ്പുവാര. മഴ പെയ്താൽ ഉപ്പ് നിർമ്മാണം തടസ്സപ്പെടും. പരലായ ഉപ്പുകളെ വെള്ളത്തിൽ നിന്നും നീണ്ട പിടിയുള്ള വാരുപലക കൊണ്ട് അടുപ്പിച്ച് വരമ്പുകളാക്കി കൂനകൂട്ടും. വെള്ളം വാർന്ന ശേഷം അലൂമിനിയം പാത്രങ്ങളിൽ നിറച്ച് ട്രക്കുകളിൽ കയറ്റി സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. ഫാക്ടറികളിലെത്തുന്ന ഉപ്പിനെ വീണ്ടും കഴുകി വൃത്തിയാക്കി യന്ത്ര സംവിധാനത്താൽ തരിയാക്കി 20 ടൺ ഉപ്പിന് 1 കിലോ എന്ന അനുപാതത്തിൽ അയോഡിൻ സ്പ്രേ ചെയ്ത് ഓരോ കിലോ വീതമുള്ള പാക്കറ്റുകളിലാക്കി വിതരണത്തിന് എത്തിക്കുന്നു. இந்த உப்பு வந்து ஒரு
ஒரு 3 வருஷமாக இங்கே வந்து நான் இப்போதை செஞ்சுக்கிட்டு இருக்கேன். இதுக்கு முன்னாடி வேதாரண்யத்தில் செஞ்சுக்கிட்டு இருந்தேன். வேதாரண்யத்தில் உள்ள உப்போட இதுவும் நல்லா இருக்குது. இது வந்து சால்ட்டு பெட்டு வச்சு 6 டிகிரிலேருந்து இதை எடுத்து 25 டிகிரி ஆக்கி இது வந்து உப்பு விளைய வைக்கிறாங்க. இது வந்து சாப்பாட்டுக்கு பயன்படுது. இது போக தென்னை மரம் உரங்களுக்கு இதுக்கு எடுத்துக்கிட்டு போகிறாங்க. கழிவு வந்து 25 டிகிரியில் வச்சு நாங்கள் வர்றோங்க. 6 டிகிரி இருக்கிற தண்ணியை எடுத்து 25 டிகிரி ஆக்குறோங்க. அது ஒவ்வொரு கண்டென்சராக மாற்றி கொண்டாந்து 6 டிகிரி தண்ணி எடுத்து ஒரு ஒவ்வொரு தெப்பங்களாக பாய்ச்சி அதை வந்து 25 பம்பிங் பண்ணி அது 28 வரையும் வச்சு வாடுறேங்க. அந்த 28க்கு மேலே உள்ளதான் அந்த பிட்டன். அது வந்து அந்த தண்ணியை வந்து எடுக்க முடியாது. அந்த தண்ணியை வந்து அவுட்ரு பண்ணிடுவாங்க. அந்த தண்ணியை மறுபடியும் அதே மாதிரி இந்த 6 தண்ணியை எடுத்து தான் ரிட்டர்ன் பண்ணி தான் அதை வந்து இது பண்ணிகிட்டு இருக்கிறாங்க. ജനുവരി മുതൽ ഏപ്രിൽ വരെയും പിന്നെ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുമുള്ള വേനൽക്കാലത്താണ് ഉപ്പുണ്ടാക്കുന്നത്. ഇവിടുത്തെ മിക്ക തൊഴിലാളികളും ഇതര ജില്ലക്കാരാണ്. സീസൺ തീരുന്നതനുസരിച്ച് ഇവർ നാട്ടിൽ പോകും. വീണ്ടും ഉപ്പുകാലമാകുമ്പോൾ യഥാകാലം തിരികെ വന്ന് പാടത്തെ അറ്റകുറ്റപ്പണികൾ നടത്തി ഈ തൊഴിലിൽ ഏർപ്പെടും. നിലമൊരുക്കലും അധ്വാനം കൂടുതൽ വേണ്ടുന്നതിനാൽ പുരുഷ തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ഇതിൽ കൂടുതൽ പേരും തൂത്തുക്കുടിക്കടുത്ത വേദാരണ്യത്തുള്ളവരാണ്. കഠിനാധ്വാനവും കുറഞ്ഞ കൂലിയുമാണെങ്കിലും പലരും പാരമ്പര്യമായി ഇതിൽ ഉറച്ചു നിൽക്കുന്നു. താമസവും ഭക്ഷണവുമെല്ലാം കമ്പനി നൽകും. എന്തൊക്കെയാണ്, എത്ര മണിക്കൂറാണ് പണി തുടങ്ങുന്നത്? ഇവിടെ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങി 10 മണിക്ക് കയറിയാവും. പിന്നെ വൈകുന്നേരം 3 മണിക്ക് ശേഷം 6 മണി വരെ. എന്താണ് അങ്ങനെ ഈ ഇടയ്ക്ക് വേല ചെയ്യാത്ത എന്താണ്? ഓവർ വെയിൽ കണ്ണ് കാണാൻ കഴിയില്ല, അതുകൊണ്ട് റെസ്റ്റ് എടുക്കും. ഈ ഉപ്പ് പാടത്ത് പണി ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിന് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? ഉടമ്പക്ക് നല്ല ഇത് ഉത്സാഹം എടുക്കുക? എല്ലാ പണിയും പോലെ ഇതും കുറച്ച് കുഴപ്പമില്ല. അതായത് இந்த ഉപ്പിൽ വേല ചെയ്തതിനാൽ കുറച്ചുകൂടെ ഒരു ഭാവിക്കൊന്നും തോന്നുന്നില്ല. ആൾറെഡി അന്നാക്കിയ ദിവസം கொஞ்சம் ക്ഷീണം തന്നെ இருக்குல்ல. எவ்வளோ சம்பளம் என்ன எப்படி இங்கே? சம்பளம் சாப்பாடு கூட 300. சாப்பாடு இங்கே பொங்கி சாப்பிடுங்க. இங்கே பொங்கி சாப்பிடும். சரி. எத்தனை பேர் உங்கள் கூட வேலை செய்துட்டு இருக்கு? இப்போ 11 பேர் இருக்கு. ஏன் நீங்கள் இங்கே வேதாரண்யத்திலிருந்து இங்கே வந்து வேலை பார்த்துருக்கீங்க? ഇവിടെ നമ്മുടെ സ്റ്റേഷനാണ് കോൺട്രാക്ട് എടുത്തില്ലേ, അപ്പോൾ ആൾ കിടക്കാതെ. ഈ പാടങ്ങളിലെ ഉപ്പിൻ്റെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സോൾട്ട് ഓഫീസും അതിനോടൊപ്പം ഒരു ലാബും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ പരിശോധന കഴിഞ്ഞ് ഉപ്പ് വിപണിയിൽ എത്തിക്കാവൂ. ഇവിടുത്തെ സോൾട്ടിൻ്റെ പ്രൊഡക്ഷന്, അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു ഓഫീസാണിത്. അതിൽ കൂടെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അതർ മാറ്റേഴ്സ്, വെൽഫെയർ മെഷേഴ്സ് അതെല്ലാം നോക്കുന്ന ഒരു ഓഫീസാണിത്. ഉപ്പളങ്ങളിലുള്ള ഉപ്പ് ഓരോ മാസവും നമ്മൾ അതാത് ഓഫീസർ എടുക്കുന്നുണ്ട്. അതിവിടെ ലാബറട്ടറി കൊണ്ടുവന്നു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഹയർ ഓഫീസേഴ്സിനും അയക്കുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സിനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമുള്ള അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അയഡൈസ് സോൾട്ട്, സാധാരണ ഉപ്പിൽ പൊട്ടാസ്യം അയോഡേറ്റ് എന്നുള്ള കെമിക്കൽ ചേർക്കുമ്പോഴാണ് അയഡൈസ് സോൾട്ട് ആകുന്നത്. അല്ലാതെ കല്ലുപ്പിലും പൊട്ടാസ്യം അയോഡേറ്റ് ചേർക്കുമ്പോൾ അത് അയഡൈസ് സോൾട്ടായി. കല്ലുപ്പ് നിരോധിച്ചിട്ടില്ല. കല്ലുപ്പിൽ തന്നെ അയഡിൻ ചേർത്ത് വിൽക്കണമെന്നായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അയഡിൻ ഉപ്പെന്ന് പറയുന്നത് സാധാരണ കല്ലുപ്പിൻ്റെ കൂടെയോ ഒക്കെ പൊട്ടാസ്യം അയോഡേറ്റ് എന്നുള്ള കെമിക്കൽ ചേർക്കുന്നതാണ്. അത് ഫാക്ടറി ലെവലിൽ, പ്രൊഡക്ഷൻ ലെവലിൽ 30 ppm ആണ് അതിൻ്റെ ഇത്. അതുപോലെ നമ്മുടെ കൺസ്യൂമർ ലെവലിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ, കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് 15 ppm അയഡിൻ അതിലുണ്ടായിരിക്കണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിയമം. റിഫൈൻഡ് സോൾട്ട് എന്ന് പറയുന്നത് സാധാരണ ഉപ്പ് തന്നെയാണ്. അതിനെ ക്രഷ് ചെയ്ത് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ മറ്റ് പ്രിസർവേറ്റീവ്സും അഡിറ്റീവ്സും ഒക്കെ ചേർത്തിട്ട് വരുന്നതാണ് റിഫൈൻഡ് സോൾട്ട്. സാധാരണ കല്ലുപ്പിൻ്റെ കൂടെ പൊട്ടാസ്യം അയോഡേറ്റ് ചേർക്കുമ്പോഴും അത് അയഡൈസ് സോൾട്ട് ആവും. അയഡൈസ് സോൾട്ടിൻ്റെ ഉപയോഗം കൊണ്ട് ഈ ബുദ്ധിമാന്ദ്യവും ഐക്യുവിലുള്ള കുറവ് അതുപോലുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഉപ്പിൻ്റെ